നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചല്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ലോകാരോഗ്യ സംഘടനയൊക്കെ അന്തം വിട്ടു പോകുന്ന ഒരു മഹാസംഭവത്തെ കുറിച്ചാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒരു ചരിത്രപരമായ സത്യം കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പലരും കരുതുന്ന ബ്രിട്ടനിലെ ആരോഗ്യ സംവിധാനം നമ്മുടെ കേരളത്തിന് മുന്നിൽ ഒന്നുമല്ലത്രേ, വെറും വട്ടപൂജ്യം. എവിടെ നിന്നാണ് മന്ത്രിക്ക് ഈ വിവരം കിട്ടിയത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വലിയ വലിയ വിദഗ്ധന്മാരുള്ള ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസിയുടെ റിപ്പോർട്ടിൽ നിന്നാണോ? അല്ല. ലക്ഷക്കണക്കിന് രോഗികളുടെ അനുഭവങ്ങൾ പഠിച്ച ശേഷമാണോ? അതുമല്ല. പിന്നെ എങ്ങനെയാണ്? അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. ഈ സത്യം പുറത്തു വന്നത് മന്ത്രിയുടെ അയൽവാസിയായ ഒരു ചേട്ടൻ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ നിന്നുമാണത്രേ. അതെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആധികാരിക രേഖ. നാളെ മുതൽ ലോകാരോഗ്യ സംഘടനയൊക്കെ ആരോഗ്യ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഫേസ്ബുക്കും വാട്സപ്പും നോക്കിയാൽ മതിയായിരിക്കും. എന്തായിരിക്കും ആ പോസ്റ്റിൽ ആ ചേട്ടൻ പറയുന്നത്? അദ്ദേഹം ബ്രിട്ടനിൽ ജീവിച്ചപ്പോൾ ഒരു പനി വന്നിട്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു എന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ മുഹമ്മദ് സർക്കാർ ആശുപത്രിയിൽ ചെന്നപ്പോൾ കഥ മാറി. ഡോക്ടറെ കണ്ടു, പരിശോധന കഴിഞ്ഞു, ഒരു കിട്ട് മരുന്ന് കയ്യിൽ കിട്ടി, എല്ലാം സൗജന്യം. ഇത് കണ്ടതും അനുഭവിച്ചതും നമ്മുടെ മന്ത്രി ഏറ്റുപിടിച്ചു. ബ്രിട്ടനേക്കാൾ കേമമാണ് കേരളം എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കേട്ട് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കസേരയിൽ നിന്നും വീണുപോയോ എന്ന് നമുക്കറിയില്ല. ഒരു നിമിഷം നമുക്ക് ആ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഒരു സാധാരണക്കാരന് പനി വന്നാൽ വേഗം ഡോക്ടറെ കാണാൻ കഴിയുന്നതും മരുന്ന് സൗജന്യമായി കിട്ടുന്നതും വളരെ നല്ല കാര്യമാണ്, കയ്യടി അർഹിക്കുന്നുമുണ്ട്. അതിലാർക്കും തർക്കമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ബ്രിട്ടൻ പോലെയുള്ള ഒരു രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തെ മൊത്തത്തിൽ വില കുറച്ച് കാണുന്നത് എത്രമാത്രം ശരിയാണ്? ബ്രിട്ടനിലെ ഡോക്ടർമാർ ഒരു പനി വന്നാൽ ഉടനെ ആന്റിബയോട്ടിക് എഴുതില്ല. കാരണം അതിന്റെ ആവശ്യമില്ലെന്ന് അവർക്കറിയാം. ശരീരത്തിന് സ്വയം രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. ആന്റിബയോട്ടിക്കുകൾ അധികമായി കഴിച്ചാൽ ഭാവിയിൽ ഒരു ഗുണവും ചെയ്യില്ലെന്ന് മാത്രമല്ല, വലിയ ദോഷം ചെയ്യും. ഇതിനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് പിന്നീട് ശരിക്കും അസുഖം വരുമ്പോൾ ഈ മരുന്നൊന്നും ശരീരത്തിൽ ഏൽക്കാത്ത അവസ്ഥ വരും. ഇത് ലോകം മുഴുവൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ബ്രിട്ടനിലെ ഡോക്ടർമാർ മരുന്ന് തരാൻ മടിക്കുന്നത് അവരുടെ കഴിവുകേടല്ല, മറിച്ച് അതൊരു ശരിയായ ചികിത്സാ രീതി ആയതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ അയൽവാസി ചേട്ടനും അത് ഏറ്റുപിടിച്ച മന്ത്രിയും വിചാരിക്കുന്നത് മരുന്നിന്റെ ഒരു ശാഖര തന്നെ കിട്ടുന്നതാണ് ഏറ്റവും മികച്ച ചികിത്സാ രീതി എന്നാണ്. അവരുടെ ബുദ്ധിയും ബോധവും നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി നമുക്ക് കഥയിലെ ഏറ്റവും വലിയ കോമഡിയിലേക്ക് വരാം. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ തൊട്ട് മുമ്പ് കേരളം ഭരിച്ച ആരോഗ്യമന്ത്രി ആരായിരുന്നു? ലോകം മുഴുവൻ പ്രശംസിച്ച കെ ശൈലജ ടീച്ചർ. ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ എങ്ങോട്ടാണ് യാത്ര ചെയ്തതെന്ന് അറിയാമോ? ഇതേ ബ്രിട്ടനിലേക്കാണ്. എന്തിന്? ടൂറിസ്റ്റ് ആയിട്ട് കാഴ്ച കാണാനല്ല. ഇന്ന് നമ്മൾ പുച്ഛിച്ചു തള്ളുന്ന ഈ ബ്രിട്ടീഷ് ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് പഠിക്കാനാണ്. അതിന്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കേരളത്തിൽ അതിന്റെ ഓരോരോ ഐഡിയകൾ നടപ്പിലാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ശൈലജ ടീച്ചർക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും കിട്ടിയില്ലായിരിക്കും. അല്ലെങ്കിൽ ടീച്ചർ വിചാരിച്ചത് ബ്രിട്ടനിലെ സിസ്റ്റം അത്ര മോശമല്ല, അതിൽ നിന്നും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്നായിരിക്കും. സ്വന്തം പാർട്ടിയിലെ മുൻ മന്ത്രി പഠിക്കാൻ പോയ ഒരു സംവിധാനത്തെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഇപ്പോഴത്തെ മന്ത്രി ചെറുതാക്കി കാണിക്കുന്നത്. സ്വന്തം വകുപ്പിൽ മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും അറിയില്ലേ, അതോ സൗകര്യപൂർവ്വം മറന്നതാണോ? ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലെ ഈ തള്ളക്ക് നിർത്തി കേരളത്തിലെ സാധാരണ ആശുപത്രികളിലെ യഥാർത്ഥ അവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. മന്ത്രിയുടെ ഈ പോസ്റ്റ് വായിച്ചാൽ തോന്നും കേരളത്തിലെ ഏത് സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും സ്വർഗമാണെന്ന്. എന്നാൽ സത്യം അതാണോ? നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോകാം. കുറച്ചു നാൾ മുമ്പ് അവിടെ എന്താണ് സംഭവിച്ചത്? ICUവിൽ, അതായത് ഒരു രോഗിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പരിചരണവും കിട്ടേണ്ട സ്ഥലത്ത് ഒരു രോഗി മരണത്തോട് മല്ലിട്ടു. ജീവനക്കാരുടെ അനാസ്ഥ കാരണം ശ്വാസം എടുക്കുവാനുള്ള ട്യൂബുകൾ വരെ മാറിപ്പോയെന്ന് ബന്ധുക്കൾ കരഞ്ഞു പറഞ്ഞു. ഇതാണോ ബ്രിട്ടനേക്കാൾ മികച്ച സംവിധാനം? മുഹമ്മയിൽ പനിക്ക് സൗജന്യ മരുന്ന് കിട്ടുമായിരിക്കും, പക്ഷേ കോഴിക്കോട് ICUവിൽ ജീവൻ എന്തുറപ്പാണുള്ളത്? കത്രിക മറന്നു വെച്ച സംഭവം ഈ അടുത്ത കാലത്ത് നടന്നതാണ്. അവിടെ നിന്നും നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരാം. അവിടെ നടന്ന ഇതിലും വലിയ ദുരന്തമാണ്. ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണ് രോഗിയുടെ അമ്മ മരിച്ചു. ചികിത്സ തേടി വരുന്നവർക്ക് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ. കെട്ടിടങ്ങൾക്ക് ബലമുണ്ടോ സുരക്ഷയുണ്ടോ എന്ന് ആര് നോക്കും? സൗജന്യ ചികിത്സ കിട്ടും, പക്ഷേ ചികിത്സ പൂർത്തിയാക്കി ജീവനോടെ പുറത്തിറങ്ങാൻ ഭാഗ്യം കൂടി വേണമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ കാര്യമോ? അവിടെ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളോ മരുന്നോ ഒന്നുമില്ല. അത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്.
അതിന്റെ പേരിൽ ആ ഡോക്ടർ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് ഏതൊരാൾക്കാണ് ഇതൊക്കെ കേട്ട അഭിമാനം തോന്നുക? മണിക്കൂറുകളോളം ക്യൂ നിന്ന് തളർന്നു പോകുന്ന സാധാരണക്കാർ, ഡോക്ടറെ ഒന്ന് കാണാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ, ജീവനക്കാരുടെ മോശം പെരുമാറ്റം, ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യമല്ലേ? മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെ എല്ലാ മരുന്നും എപ്പോഴും സൗജന്യമായി ഇവിടെ കിട്ടാറുണ്ടോ? പനിക്കും ചുമയ്ക്കുമുള്ള പാരസെറ്റമോൾ കിട്ടുന്ന കാര്യമായിരിക്കും. പക്ഷേ ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ പോലെയുള്ള ഗുരുതരമായ അസുഖങ്ങൾക്കുള്ള വില കൂടിയ മരുന്നുകളുടെ കാര്യമോ? പലപ്പോഴും സർക്കാർ ഫാർമസികളിൽ മരുന്ന് സ്റ്റോക്ക് ഇല്ല എന്ന ബോർഡ് കാണേണ്ടി വരുന്ന പാവപ്പെട്ട രോഗികളുടെ അവസ്ഥ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഒരു വശത്ത് പനിക്ക് കിട്ടിയ സൗജന്യ മരുന്നിന്റെ പേരിൽ അഭിമാനം കൊള്ളുമ്പോൾ മറുവശത്ത് ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ നെട്ടോട്ടമോടുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഈ പോസ്റ്റ് കണ്ട് കൈയടിക്കുന്നവരോടും വിനയത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വയം പുകഴ്ത്തുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. അതിനെ ആരും കുറച്ചു കാണുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഗുരുതരമായ വീഴ്ചകളെയും പോരായ്മകളെയും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഒരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുന്നതാണ് അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് അടുത്ത തവണ ബ്രിട്ടനെയോ അമേരിക്കയെയോ താരതമ്യം ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിലെ മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം ഫേസ്ബുക്കിലെ കേരളമല്ല യഥാർത്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതമായ ചികിത്സയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.